Now we are going to discuss about difference between HTML and XML. Different parameters are first column, second column XML features are, third column HTML are. So first parameter, type of language. XML is a framework for specifying markup languages. Markup languages specify a framework XML. And HTML it is a predefined markup language. It is already predefined. That means everything is already defined XML എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നമുക്ക് യൂസേഴ്സിന് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് എന്ത് ചെയ്യാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. Then language type എന്ന് പറയുന്നത് XML ന്റെ കേസിൽ കേസ് സെൻസിറ്റീവ് ആണ്, HTML ന്റെ കേസിൽ കേസ് ഇൻസെൻസിറ്റീവ് ആണ്. അതിനകത്ത് യൂസ് ചെയ്യുമ്പോൾ കേസ് സെൻസിറ്റീവ് ആൻഡ് കേസ് ഇൻസെൻസിറ്റീവ്. ഓക്കെ, നമ്മൾ XML ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസ് സെൻസിറ്റീവ് ആണ് എന്നുള്ളത്. ഓക്കെ, എന്നാൽ HTML കേസ് സെൻസിറ്റീവ് അല്ല. Then structural details, it is provided in XML and HTML നകത്ത് structural details is not provided. Then XML ന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഡാറ്റ സ്റ്റോർ ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനുമാണ്. എന്നാൽ HTML എന്ന് പറയുമ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ പ്രസൻറ്റേഷനാണ്, ഡാറ്റാൻ്റെ പ്രസൻറ്റേഷൻ, അതിൻ്റെ ലുക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് HTML ഫോക്കസ് ചെയ്യുന്നത്. ദെൻ XML ന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കോഡിംഗ് എറേഴ്സ് ഒരിക്കലും അലൗഡ് അല്ല, എന്നാൽ HTML ആണെന്നുണ്ടെങ്കിൽ സ്മോൾ എറേഴ്സ് ഒക്കെ ഇഗ്നോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി XML ന്റെ കേസിൽ വൈറ്റ് സ്പേസസ് യൂസ് ചെയ്യാൻ പറ്റും കോഡിനകത്ത്, എന്നാൽ HTML നകത്താണെന്നുണ്ടെങ്കിൽ വി കാൺ യൂസ് വൈറ്റ് സ്പേസസ് ഇൻ കോഡ്. ഓക്കെ, ദെൻ XML ന്റെ കേസിൽ XML എന്ന് പറയുന്നത് കണ്ടന്റ് ഡ്രിവൺ ആണ്. നമ്മൾ പറഞ്ഞു ഡാറ്റ ഡ്രിവൺ ആണ് എന്ന് പറഞ്ഞു അല്ലേ. XML ഇറ്റ് ഈസ് ഫോക്കസ് ഓൺ ഡാറ്റ, സോ കണ്ടന്റ് ഡ്രിവൺ ആണ് XML എന്ന് പറയുന്നത്. എന്നാൽ HTML എന്ന് പറയുന്നത് ഫോർമാറ്റ് ഡ്രിവൺ ആണ്. അതിൻ്റെ ലുക്ക് എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഫോർമാറ്റ് സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് HTML ഫോക്കസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഫോർമാറ്റ് ഡ്രിവൺ. Then end of tags. The closing tag is essential in a well-formed XML document. XML document closing tag വളരെ essential ആണ്. Then HTML closing tag is not always required. HTML tag needs an equivalent close tag, but BR tag does not require BR tag closing tag. Okay, HTML ടാഗ് സ്റ്റാർട്ട് ചെയ്തു, ദെൻ അതിനെ എൻഡ് ചെയ്തു, അത് ആവശ്യമാണ് സ്റ്റാർട്ട് ടാഗും എൻഡ് ടാഗും. എന്നാൽ ഒരു BR ആണെന്നുണ്ടെങ്കിൽ, ബ്രേക്ക് ടാഗ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ക്ലോസിംഗ് ടാഗ് എസെൻഷ്യൽ അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി കോഡ്സ് റിക്വയർഡ് അറൌണ്ട് XML ആട്രിബ്യൂട്ട് വാല്യൂസ്. നമ്മൾ കണ്ടു അല്ലേ, XML ഡിസ്കസ് ചെയ്തപ്പോൾ അതിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂസിന് എന്ത് ചെയ്യണം, കോഡ്സ് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു അല്ലേ. എന്നാൽ HTML കേസിൽ അങ്ങനെ കോഡ്സ് ഒരിക്കലും റിക്വയർഡ് ആയിട്ട് പറയുന്നില്ല. ഓക്കെ, then attribute values in the case. Then object support. Objects have to be expressed by convention, mostly using attributes and elements. Ini offers native object support. Native object support ആണ് HTML നകത്ത് ഇവിടെ most commonly used attributes and elements. Okay, then null support. Need to use XSI nil on elements in an XML instance document, and also need to import the corresponding namespaces. Then HTML കേസിൽ natively recognize the null value. XML ഡോക്യുമെൻറ്റിനകത്ത് XSI nil equal to ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ട്രൂ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതിനകത്ത് എലമെൻറ്റ് എക്സിസ്റ്റ് ആണ് പക്ഷെ അതിൻ്റെ കണ്ടൻറ്റ് ഇല്ല എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് നെയിം സ്പേസസ്. XML പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ നെയിം സ്പേസസ്. എന്തിനു വേണ്ടിയിട്ടാണ് നെയിം സ്പേസ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് യു ടു റിമൂവ് ദ റിസ്ക് ഓഫ് നെയിം കൊളീഷൻ വെൻ കമ്പൈനിങ് വിത്ത് അതർ ഡോക്യുമെൻറ്റ്സ്. വേറൊരു ഡോക്യുമെൻറ്റുമായിട്ട് മേർജ് ചെയ്യുമ്പോൾ, കമ്പൈൻ ചെയ്യുമ്പോൾ കൊളീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നെയിം സ്പേസസ് യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ HTML നെയിം സ്പേസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. നെയിമിംഗ് കൊളീഷൻ ക്യാൻ ബി അവോയ്ഡഡ് ഐദർ യൂസിങ് എ പ്രിഫിക്സ് ഇൻ ആൻ ഒബ്ജക്റ്റ് മെമ്പർ നെയിം ഓർ ബൈ നെസ്റ്റിംഗ് ഓഫ് ഒബ്ജക്ട്സ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് മേർജ് ചെയ്യുന്ന സമയത്ത് കൊളീഷൻ ഒഴിവാക്കുന്നത്, നെയിമിംഗ് കൊളീഷൻ ഒഴിവാക്കുന്നത്? ഒന്നെങ്കിൽ നെസ്റ്റിംഗ് ഓഫ് ഒബ്ജക്ട്സ്, ഒബ്ജക്ട്സുകൾ നെസ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പ്രിഫിക്സ് യൂസ് ചെയ്തിട്ട് ഒക്കെ ആണ് എന്ത് ചെയ്യുന്നത്, കൊളീഷൻ HTML ഒഴിവാക്കുന്നത്. എന്നാൽ XML നെയിം സ്പേസസ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഡെസിഷൻ. XML കേസിലാണെന്നുണ്ടെങ്കിൽ റിക്വയർ മോർ സിഗ്നിഫിക്കൻറ്റ് എഫേർട്ട് ടു മാപ്പ് ആപ്ലിക്കേഷൻ ടൈപ്സ്
to XML elements and attribute. എന്നാൽ HTML കേസിലാണെന്നുണ്ടെങ്കിൽ provide direct mapping for application data. Direct mapping ആണ് ഇതിനകത്ത് HTML-നകത്ത് യൂസ് ചെയ്യുന്നത്. Okay. Then size. Documents are mostly lengthy in size, especially when an element-centric approach used in formatting. Lengthy size documents ആണ് ഉണ്ടായിരിക്കുക. HTML-ലാണെന്നുണ്ടെങ്കിൽ the syntax is very brief and yields formatted text. Syntax വളരെ brief ആയിരിക്കും HTML കേസിൽ. Then parsing in JavaScript requires an XML DOM data object model implementation and application code to map text map back into JavaScript objects. Then XML കേസിൽ ടെക്സ്റ്റിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് XML DOM ഇംപ്ലിമെൻറ്റേഷനും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കോഡും ആവശ്യമാണ്. എന്നാൽ HTML കേസിൽ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കോഡ് യൂസ് ചെയ്യുന്നില്ല ടെക്സ്റ്റുകളെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യുന്നത്? യു ക്യാൻ യൂസ് ദ eval ഫംഗ്ഷൻ ഓഫ് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ കോഡ് HTML-നകത്ത് യൂസ് ചെയ്യുന്നില്ല, എന്നാൽ XML-നകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. Then learning curve very hard as you need to learn technologies like XPath, XML, schema and DOM etc. Then HTML ആണെന്നുണ്ടെങ്കിൽ it is very simple technology stack that is familiar to developers. Okay. അപ്പോൾ XML-ൻ്റെ കേസിനകത്ത് ലേണിംഗ് ടെക്നോളജീസ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ് അല്ലെങ്കിൽ ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ HTML-നകത്ത് സിമ്പിളാണ് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് എന്തൊക്കെയാണ് XML-ൻ്റെയും HTML-ൻ്റെയും അഡ്വാൻറ്റേജസ് എന്നുള്ളത് നോക്കാം. XML-ൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. മേക്ക് ഡോക്യുമെൻറ്റ്സ് ട്രാൻസ്പോർട്ടബിൾ അക്രോസ് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻസ്. ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് തമ്മിൽ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സിസ്റ്റംസോ തമ്മിൽ എന്ത് ചെയ്യാം, ഡോക്യുമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്പോർട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞു XML-ൻ്റെ മെയിൻ ഫീച്ചറാണ് അത് അല്ലേ, സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് എന്നുള്ളത്. ഓക്കെ, ഡിഫറെൻറ്റ് സിസ്റ്റംസ് തമ്മിൽ ട്രാൻസ്പോർട്ടബിൾ ആണ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് XML യു ക്യാൻ എക്സ്ചേഞ്ച് ഡാറ്റ ക്വിക്ലി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ എക്സ്ചേഞ്ച് ഈസി ആയിട്ട് XML-നകത്ത് നടത്താൻ പറ്റും. XML സെപ്പറേറ്റ് ഡാറ്റ ഫ്രം HTML. XML എന്ത് ചെയ്യുന്നുണ്ട്, HTML ഡാറ്റ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ XML സിംപ്ലിഫൈ പ്ലാറ്റ്ഫോം ചേഞ്ച് പ്രോസസ്സിനെ സിംപ്ലിഫൈ ചെയ്യുന്നു. ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമിൽ ഈസി ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. ദെൻ HTML-ൻ്റെ അഡ്വാൻറ്റേജസ് എന്താ? HTML ഡോക്യുമെൻറ്റ് ബ്രൗസർ ഇൻ്റർഫേസസ് ആർ സിമ്പിൾ ടു ബിൽഡ്. വളരെ സിമ്പിളാണ് HTML ഡോക്യുമെൻറ്റ് ബിൽഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇറ്റ് വർക്ക് അക്രോസ് എ സിസ്റ്റം വിച്ച് ഈസ് അതർവൈസ് അൺറിലേറ്റഡ്. And HTML is easy to understand because it is very simple syntax. വളരെ സിമ്പിൾ സിൻറ്റാക്സ് ആയതുകൊണ്ട് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. And you can use many tags to make a web page and allow you to use various colors, objects and layouts. HTML-നകത്ത് നമുക്ക് ഡിഫറെൻറ്റ് ടാഗ്സുകൾ യൂസ് ചെയ്യാം വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സ്, ഒബ്ജക്ട്സ്, ലേഔട്ട്സ് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നത് XML-ൻ്റെയും HTML-ൻ്റെയും ഡിസഡ്വാൻറ്റേജ് ആണ്. ഫസ്റ്റ് പറയുന്നത് ഡിസഡ്വാൻറ്റേജ്, XML-ൻ്റെ ഡിസഡ്വാൻറ്റേജസ്. XML റിക്വയർസ് എ പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ. ഒരു പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ ആവശ്യമാണ് XML വർക്ക് ചെയ്യാനായിട്ട്. ദെൻ XML സിൻറ്റാക്സ് ഈസ് വെരി സിമിലർ ടു അതർ ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് ബേസ്ഡ് ഡാറ്റ ട്രാൻസ്മിഷൻ ഫോമാറ്റ്സ് വിച്ച് ഈസ് സംടൈംസ് കൺഫ്യൂസിങ്. XML-ൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബേസ്ഡ് ഡാറ്റ ട്രാൻസ്മിഷൻ ഫോമാറ്റ്സിനോട് സിമിലർ ആയതുകൊണ്ട് തന്നെ അത് കൺഫ്യൂസിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് നോ ഇൻട്രിൻസിക് ഡാറ്റ ടൈപ്പ് സപ്പോർട്ട്. XML ഈസ് റിഡൻഡൻറ്റ്. XML സിൻറ്റാക്സ് റിഡൻഡൻ്റ് ആണ്, സെയിം കോപ്പിങ് ഒരുപോലെ ഉള്ളതാണ്. ദെൻ ഡസ് നോട്ട് അലോ ദ യൂസർ ടു ക്രിയേറ്റ് ഹിസ് ടാഗ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല, ഇത് അലോ ചെയ്യുന്നില്ല. Then disadvantages of using HTML. HTML lacks syntax checking and structure. Syntax checking and structure HTML-നകത്ത് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല, കുറവാണ്. Then HTML is not suitable for data exchange. ഡാറ്റ ഇൻ്റർചേഞ്ച് ചെയ്യാൻ ഒരിക്കലും HTML സ്യൂട്ടബിൾ അല്ല. നമ്മൾ പറഞ്ഞ XML ആണെന്നുണ്ടെങ്കിൽ അത് സ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞു. Then HTML does not allow us to describe the information content or semantic of the document. ഡോക്യുമെൻറ്റിൻ്റെ സെമാൻറ്റിക് എങ്ങനെയാണ്, അതിൻ്റെ ഇൻഫോർമേഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. HTML is not object oriented, so it is not an extensible and very unstable language. HTML എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അല്ല, അതുപോലെ തന്നെ എക്സ്റ്റെൻസിബിൾ അല്ല, ഒരു അൺസ്റ്റാബിൾ ലാംഗ്വേജ് എന്ന് ഇതിനെ
പറയാൻ പറ്റും. ഓക്കെ, ഒരു അൺസ്റ്റാബിൾ ലാംഗ്വേജ് ആണ് HTML എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആൻഡ് ഡാറ്റ സ്റ്റോറേജ് ആൻഡ് ഇൻഫർമേഷൻ ഓഫ് ഇന്റർചേഞ്ച് ഓഫ് ഡാറ്റ ആർ നോട്ട് പോസിബിൾ യൂസിങ് HTML. നമ്മൾ പറഞ്ഞല്ലോ, ഡാറ്റ സ്റ്റോറേജും അതുപോലെ തന്നെ ഇന്റർചേഞ്ചും ഒക്കെ പോസിബിൾ ആയിട്ടുള്ളത് XML ആണ്. ദെൻ നിങ്ങളുടെ ഒരു ഇൻഫോർമേഷന് വേണ്ടിയിട്ട് HTMLൻ്റെയും XMLൻ്റെയും വേർഷൻ ഹിസ്റ്ററി കൊടുത്തിരിക്കുകയാണ്. HTMLൻ്റെ ഫസ്റ്റ് വേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1991 HTML 2.0 ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1995 HTML 3.2 ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1997 HTML 4.01 വേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1999 XHTML ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2000 HTML 5 ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2015 ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് HTML 5 ആണ്. ദെൻ XML വേർഷൻസ് XML 1.0 1998 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ XML 1.1 2004 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് XML ആൻഡ് HTML തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയാനുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.